Hello guys, welcome back to my channel Akshay Tech Vlogs. നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ബഡ്ജറ്റ് സീരീസ് ആയ വിവോ വൈ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ വിവോ Y30യെ കുറിച്ച് സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. ഒരു 5000 mAh ബാറ്ററിയൊക്കെ ആയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് വിവോയുടെ Y30 എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ആദ്യം തന്നെ ഈ ഒരു വിവോയുടെ വൈ സീരീസ് സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവോയുടെ Y50 ആണെങ്കിലും അതുപോലെയുള്ള വൈ സീരീസിലെ സ്മാർട്ട് ഫോൺസ് എല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഈ ഒരു വിവോയുടെ Y30 സ്മാർട്ട് ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ റിയർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും പ്ലസ് ഒരു LED ഫ്ലാഷും റിയർ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബട്ടൺസും നമുക്ക് കാണാൻ സാധിക്കില്ല. മറ്റ് USB Type-C പോർട്ടും അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാര്യങ്ങളെല്ലാം ഈ ഫോണിൻ്റെ അടിവശത്തായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സിം കാർഡ് സ്ലോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 2 നാനോ സിമ്മും ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ, ഒരു 4GB 128GB. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ചിലർക്കൊക്കെ ഒരു പോരായ്മയായിട്ട് തോന്നിയേക്കാം. എന്തായാലും ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു വിഷ്വലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ ലെവലും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാനായിട്ട് ഉള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ബാക്ക് സൈഡിലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും മികച്ച ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത് MediaTekൻ്റെ ഹീലിയോ P35 എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. ചെറിയ ചെറിയ ഗെയിംസൊക്കെ അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോയുടെ ഈ ഒരു Y30 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 13 MB മെയിൻ ക്യാമറയും ഒരു 8 MB വൈഡ് ആംഗിൾ ക്യാമറയും 2 MB സൂപ്പർ മാക്രോ ക്യാമറയും ഒരു 2 MB ബൊക്കെ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 MB സെൽഫി ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു വിവോയുടെ Y30യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊരു പോരായ്മയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB Type-C പോർട്ടും അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വിവോയുടെ തന്നെ കസ്റ്റം ഫ്രണ്ട് ടച്ച് OS ആണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ 14,990 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല സ്മാർട്ട് ഫോൺസ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റിയൽമി ആയാലും റെഡ്മി ആയാലും റിയൽമിയുടെ 6, റെഡ്മി നോട്ട് 9 Pro ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോൺസൊക്കെ നമുക്ക് ഇതിനേക്കാൾ മികച്ച ഫീച്ചറും ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇത്രയും വില കൂടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണായ റിയൽമി 6 ആയാലും റെഡ്മി നോട്ട് 9 Pro ആയാലും ഇതൊക്കെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത്രത്തോളം വർദ്ധിച്ചത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ ഗൈസ്.